ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 51. നമ്മൾ 15ാമത്തെ അധ്യായമായിട്ട് 31 മുതൽ 40 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇതിലെ ദേവതകളെല്ലാം അഗ്നിയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം, എല്ലാ തരത്തിലുള്ള ഊർജം. അതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആദ്യം 31. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അഗ്നി. എങ്ങനെയാണ് അഗ്നി മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്? ആർത്തത്തിൽ തന്നെ വേണ്ടെങ്കിൽ പൂത്തിരി കത്തിക്കുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാകും. ആർത്തത്തിലല്ല, അതും അർത്ഥം തന്നെ. നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാകും. അരി കൈമലുണ്ടായിട്ട് കാര്യമില്ലല്ലോ. വിശക്കുമ്പോൾ അരി ഇട്ടിട്ട് എന്തായാലും ചോറ് കിട്ടണം. അപ്പോൾ അഗ്നി ചോറാക്കി തരും. ഇപ്പോഴും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന അഗ്നി. നിനക്ക് ജ്ഞാനികൾ സ്തുതി അർപ്പിക്കുന്നു. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ വിദ്യയുള്ളവർ, ജ്ഞാനം തികഞ്ഞവരാണ് അഗ്നിക്ക് സ്തുതി അറിയുക. കാരണം എന്തെങ്കിലും പുതിയ കർമ്മങ്ങൾ ചെയ്യേണ്ടെങ്കിൽ അറിവുണ്ടാണ്. അറിവില്ലാത്തവന് അഗ്നി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. വെറുതെ തണുപ്പിന് ചൂടുകായ. നേരെ മറിച്ച് അറിവുള്ളവന് ഇപ്പം പാചകം ചെയ്യേണ്ടെങ്കിൽ അറിവുള്ളവനല്ലേ പാചകം ചെയ്യും. അല്ല, ചോറ് പോലും ഉണ്ടാക്കാൻ അറിയാത്തവന് അഗ്നി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പം ജ്ഞാനികൾ സ്തുതി അർപ്പിക്കുന്നു. സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനികൾ, സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്ര തത്വങ്ങൾ. ജ്ഞാനികൾ കർമ്മം ചെയ്യുന്നു. നീ പ്രാണികൾക്കെല്ലാം അന്നം ഉണ്ടാക്കി കൊടുക്കുന്നു. നമുക്ക് പ്രാണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ജീവജാലങ്ങളും അന്നം ഉണ്ടാക്കി തരുന്നു. ഇപ്പം നമുക്ക് അന്നം ഉണ്ടാക്കുന്ന ചോറെല്ലാം ആക്കി തരുന്നുണ്ട്. നേരെ മറിച്ച് ചില പ്രാണികൾക്ക് ഇപ്പം ശലഭങ്ങൾക്കെല്ലാം തേനാണ് വേണ്ടത്. അത് പൂക്കളിൽ ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെ? ഊർജത്താൽ തന്നെയാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ തേനെല്ലാം നിറയുന്നത്. അതുകൊണ്ട് നീ എല്ലാറ്റിൻ്റെയും നാഥനായി ജ്വലിച്ചു നിൽക്കുക. ഇപ്പം ജ്വലിക്കുന്ന അഗ്നിയെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. ഇനി 32. അഗ്നിയിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും ഊർജം ഉണ്ടാകുന്നു. അതായത് ഊർജം തന്നെയാണ് അഗ്നി. അഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊർജം തന്നെയാണ്. അത് പ്രകൃതിയിൽ രൂഢമായിരുന്നാലും പല രൂപത്തിൽ അഗ്നി പ്രകൃതിയിൽ നിൽക്കുകയാണ്. വിറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അഗ്നി. അതിനെ കടഞ്ഞിട്ടാണ് അരണിയിൽ നിന്ന് അഗ്നി എടുക്കുന്നത്. അല്ലെങ്കിൽ പഴങ്ങളിലെല്ലാം എന്തുണ്ട്? ഊർജമുണ്ട്. പഴങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത്. അപ്പോൾ അതിലെല്ലാം അഗ്നി അല്ലെങ്കിൽ ഊർജം ഭക്ഷണങ്ങളിലുണ്ട്. ജീവദായകനാണ് നീ. എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ ലഭിക്കണ്ടെങ്കിൽ അഗ്നി വേണം. നമ്മളെ ശരീരത്തിന് തന്നെ ഒരു ചൂടില്ല. ആ ചൂട് പോയാൽ നമ്മൾ ചത്തു. അപ്പം ജീവദായകനാണ്, വിശ്വത്തിൻ്റെ നാഥനാണ്. അഹിംസാപരമായ മഹത്വം നിന്നെ ജ്വലിപ്പിക്കുന്നു. അഗ്നിക്ക് അഹിംസാപരമായ, സാധാരണ അഗ്നി നമ്മൾ കത്തിക്കുന്ന അഗ്നിയെല്ലാം നമ്മളെ ദോഷം ചെയ്യാനല്ല, നമ്മളെ സഹായിക്കാനാണ്. എന്നാലും ചില അഗ്നികളെല്ലാം പെട്ടെന്ന് ഇപ്പം വീട്ടിൽ എന്തെങ്കിലും എല്ലാം പൊട്ടിത്തെറിച്ചിട്ട്, സ്റ്റൗവെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് തീ, അത് ഹിംസാത്മകമാണ്. പക്ഷെ സാധാരണ ഇവിടെ അഹിംസാപരമായ അഗ്നിനെ പറ്റിയാണ് പറയുന്നത്. അവൻ എന്ത് ചെയ്യും? എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരും. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തു വേണ്ടിക്കലും, ചായ വേണോ ഉണ്ടാക്കിത്തരും, കറികൾ വേണോ ഉണ്ടാക്കിത്തരും, എന്തും അഗ്നി ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഇനി 33. ഈ വിശ്വം നശിക്കാതിരിക്കാനുള്ള കാരണം അഗ്നിയാണ്. അഗ്നിയുള്ളത് കൊണ്ടാണ് ഈ വിശ്വം നശിക്കാത്തത്. ഇപ്പം രാത്രി സൂര്യനില്ല, ചൂടൊന്നും വരില്ല. പക്ഷേ ഭൂമിയിലെന്തുണ്ട്? അഗ്നിയുണ്ട്. അതുകൊണ്ടാണ് ജീവജാലങ്ങൾ നിലനിൽക്കുന്നത്. ഇല്ല, സൂര്യൻ പോകുമ്പോൾ ഇവിടെ തണുത്തു പോയിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? അപ്പോൾ അഗ്നി ഉണ്ടെങ്കിൽ ജീവജാലങ്ങൾ നശിക്കാതിരിക്കുന്ന അഗ്നി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അഗ്നി തന്നെയാണ് വിശ്വത്തെ നിലനിർത്തുന്നത്. ഈ വിശ്വത്തെ നിലനിർത്തുന്നത് അഗ്നി തന്നെയാണ്. ഇപ്പം തന്നെ ഊർജം നമുക്കറിയാമല്ലോ. ഇപ്പം ഗ്യാസ് ഇല്ലാത്ത തരത്തിൽ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. യുദ്ധം നടന്നുകൊണ്ട് ഗ്യാസ്, പല ചായക്കടകളും
കൂട്ടി ചായ പോലും പുറത്തു പോയാൽ കുടിക്കാൻ പറ്റാതെ മാറ്റി. അപ്പോൾ അതെല്ലാം അഗ്നിൻ്റെ മഹത്വം തന്നെ. പ്രകാശിപ്പിക്കുന്നതും അഗ്നി തന്നെ. നമുക്ക് വെളിച്ചം തരുന്നത് എന്ത് തന്നെയാണ്? അഗ്നി തന്നെയാണ്. ലോകത്തിനെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതും അഗ്നി തന്നെയാണ്. നമ്മളെ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതും അഗ്നി തന്നെയാണ്. നമ്മളെ ചിന്തകളിലൂടെയാണ് നമ്മൾ പുതിയ കർമ്മങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ചിന്തിപ്പിക്കുന്നതിന് പിന്നിൽ എന്തുണ്ട്? അഗ്നിയുണ്ട്. ഒന്നും തിന്നാതെ കിടന്നു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു. നമ്മളെ ഭക്ഷണത്തിൽ നിന്നാണ് ചിന്തിക്കാനുള്ള കഴിവ് പോലും കിട്ടുന്നത്. അത് എല്ലാവരെയും കർമ്മത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കേന്ദ്രമായി വർത്തിക്കുന്നു. ഈ ലോകത്തിലുള്ള എല്ലാവരും അഗ്നിയെ അടിസ്ഥാനമാക്കിയാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും നമ്മുടെ എല്ലാം കർമ്മങ്ങളുടെ കേന്ദ്രം ആ അഗ്നിയാണ്. ആ അഗ്നി എല്ലാം അറിയുന്നവരാണെന്ന് ദേവകൾ പറയും. അവനെല്ലാം അറിയാം. പ്രപഞ്ചം ഉണ്ടാക്കുന്ന എന്തൊരു പുതിയ സംഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അഗ്നിയുണ്ട്. ഇപ്പം വെള്ളം ഐസാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അഗ്നിയുണ്ട്. കാരണം എന്താണ്? അതിലെ ചൂടെടുത്ത് മാറ്റി. വെള്ളം നീരാവിയായിട്ട് തിളച്ചു പോകുന്നു. അതിൻ്റെ കാരണം എന്താണ്? അതിൽ അഗ്നി ചൂട് കൂടിച്ചു. അപ്പം എല്ലാത്തിൻ്റെ പിന്നിലും വർക്ക് ചെയ്യുന്ന ആരാണ്? ഈ ദ്രവ്യമുണ്ടായത് തന്നെ ഊർജത്തിൽ നിന്നാണ്. E=mc². അപ്പം അതറിയാതെ, അഗ്നി അറിയാതെ ഒരു കാര്യം ഈ ലോകത്തിൽ ഇല്ല. ഇനി 34. അഗ്നി ഇവിടെ ജ്വലിക്കുകയാണ്. അതിൽ ആഹൂതി അർപ്പിക്കുമ്പോൾ അതിന് അഗ്നിക്ക് പ്രിയങ്കരമായി തീരുന്നു. കാരണം അഗ്നി എപ്പോഴും നമ്മുടെ യജ്ഞം ചെയ്യാൻ പൂർത്തീകരിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ സാധനമെല്ലാം റെഡിയാക്കിയിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ അഗ്നി തയ്യാറായിട്ട് വരും. അതിന് മടിയൊന്നുമില്ല. സ്വയം അത് ആഹൂതി അർപ്പിക്കുകയാണ്. അത് അതിനെ സ്വയം അർപ്പിക്കുകയാണ് നമ്മളെ യജ്ഞത്തിലേക്ക്. നമ്മൾ കൊടുക്കുന്ന ചൂടാണ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അരിനെ പദമുള്ള ചോറാക്കുന്നത്. അപ്പോൾ അത് അതിനെ തന്നെ ആഹൂതി അർപ്പിക്കുകയാണ്. അതിലൂടെ നമുക്ക് ആനന്ദം നൽകുന്നു. ഈ കാണുന്ന ജഗത്ത് എന്താണെന്ന് അന്വേഷിച്ചാൽ അത് ബ്രഹ്മത്തിൻ്റെ കർമ്മമാണെന്ന് മനസ്സിലാക്കാനാകും. ഈ പ്രകൃതി എന്താണെന്ന് നോക്കിയാൽ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഏതോ ഒരു ശക്തിയിൽ നിന്നാണ് ആ പ്രപഞ്ചം ഉണ്ടായത് എന്ന് മനസ്സിലാക്കും. ആ ശക്തിക്കാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ എന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ആരാണ് ഈ പ്രപഞ്ചമായി മാറിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്നത് ബ്രഹ്മത്തിലാണ്. ഇവിടെ കഴിയുന്ന എല്ലാ പ്രാണിവർഗങ്ങളും സ്വസ്ഥതയോടെ വർത്തിക്കുന്നു. അപ്പം അങ്ങനെയുള്ള പ്രപഞ്ചമാണ് ആ ബ്രഹ്മം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? എല്ലാ പ്രാണിവർഗങ്ങൾക്കും സഹകരണത്തോടു കൂടി ഇവിടെ വർത്തിക്കുവാൻ വേണ്ടി. അതിന് വേണ്ടിയാണ് അഗ്നി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആര്? ബ്രഹ്മം. എന്തിനു വേണ്ടി? എല്ലാവർക്കും ഐശ്വര്യവും ആനന്ദവും നൽകുന്നതിന് വേണ്ടി. അപ്പം പ്രപഞ്ചം സൃഷ്ടിച്ചു, ബ്രഹ്മം പ്രപഞ്ചമായി മാറി, എന്നിട്ട് ആ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അഗ്നി ഉണ്ടാക്കി. ആ അഗ്നി എല്ലാവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നു. ഇനി 35. അഗ്നി സൃഷ്ടിക്കപ്പെട്ട പദാർത്ഥങ്ങളുടെ ജ്ഞാനമാണ്. ഏതൊരു വസ്തു ഉണ്ടെങ്കിലും അത് ഏതോ ഒരു വസ്തുവാണ് ഇതായിട്ട് മാറിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ വർത്തിച്ചിരിക്കുന്നത് അഗ്നിയാണ്. ഇപ്പം അരിയുണ്ട്, ചോറുണ്ട്. എന്താ തമ്മിലുള്ള ബന്ധം? അഗ്നിയാണ് അരിയെ ചോറാക്കി മാറ്റിയിരിക്കുന്നത്. അതുമാതിരി ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കുന്നു അതെല്ലാം അഗ്നിയിലൂടെയാണ് മാറ്റപ്പെട്ടിരിക്കുന്നത്. അത് കുറച്ച് കെമിസ്ട്രിയാണ്. കാരണം ഏത് രാസപ്രവർത്തനത്തിൻ്റെ പിന്നിലും അഗ്നിയാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ആ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്നത്. അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളുടെയും പിന്നിലുള്ള ജ്ഞാനമാണ് അഗ്നി. ഒരു പദാർത്ഥം വേറൊന്നായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം എന്താണ്? അഗ്നി
നീയാണ് അതിനെ മറ്റേതാക്കി മാറ്റിയിരിക്കുന്നത്. അതാണ് അന്വേഷണങ്ങളുടെ വഴി. അപ്പം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു വസ്തുവെ വേറൊരു വസ്തുവാക്കി മാറ്റാം. ഇതിൻ്റെ സഹായത്താൽ, അഗ്നിയുടെ സഹായത്താൽ. ഈ വഴി നമുക്ക് മനസ്സിലാവും. നമ്മൾ കുറച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അരിയെ എങ്ങനെ നമുക്ക് തിന്നുന്ന നേരത്തിൽ പകമാക്കാമെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിനുള്ള വഴി അഗ്നി പറഞ്ഞു തരുന്നത് ഇതിനെ വെള്ളത്തിലിട്ട് ചൂടാക്കുക. അപ്പോൾ ആ വഴി, മാർഗം തെളിയിച്ചു തരുന്നത് അഗ്നിയാണ്. അങ്ങനെയുള്ള അഗ്നിയിൽ ഈശ്വരത്വമുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു വലിയ ദിവ്യമായ കഴിവാണ്. അഗ്നിക്ക് മാത്രമാണ് ഇങ്ങനെ എന്തിനു പലതാക്കി മാറ്റാനുള്ള കഴിവ്. അപ്പോൾ അത് ഈശ്വരത്വം തന്നെയാണ്, ഈശ്വരത്തിൻ്റെ കഴിവ് തന്നെയാണ് അതിൽ നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അഗ്നി ഈശ്വരനായി തന്നെ നമുക്ക് കാണാം. പ്രപഞ്ച പിന്നിലുള്ള, സൃഷ്ടിയുടെ പിന്നിൽ വർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് അഗ്നി. അപ്പോൾ അത് ഈശ്വരത്വമാണ് ഇതിലുള്ളത്. അത്രയും വലിയൊരു കഴിവാണ് ഇതിൽ ഉള്ളത്. ജലതത്വം ഉൾക്കൊള്ളുന്നതും അങ്ങ് തന്നെയാണ്. ജലമുണ്ടായിരിക്കുന്നതും അഗ്നിയിൽ നിന്നാണ്. എങ്ങനെയാണ്? ഹൈഡ്രജനും ഓക്സിജനും കൂടി കത്തുമ്പോഴാണ് അതിൽ ജലമുണ്ടാകുന്നത്. ഇപ്പം ജലതത്വവും അഗ്നിയാണ്. ഹൈഡ്രജനും ഓക്സിജനും കത്തുമ്പോൾ ജലമുണ്ടാകുന്നു. അപ്പം ജലതത്വത്തിൽ എന്താണ് ഉള്ളത്? അഗ്നിയാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്തുതികളെ സ്വീകരിക്കുക. സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വങ്ങൾ. നമ്മൾ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അങ്ങ് വന്ന് നമ്മളെ സഹായിക്കണം. ആ യജ്ഞത്തെ പൂർത്തീകരിച്ച് തരണം. ഇനി 36 കവിയായ അഗ്നിയെ ഞാൻ പ്രണമിക്കുന്നു. അപ്പം അതൊരു കവിയും കൂടിയാണ്. കവിഞ്ഞു കാണുന്നവനും മഹത്വമുള്ളവനും മനോഹരമായ അഗ്നി. എന്തുകൊണ്ട്? അവൻ കവിഞ്ഞു കാണുകയാണ്. എല്ലാ കാര്യത്തിനെയും കടന്ന് ചിന്തിച്ചിട്ട് കാണാനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണ് ഈ അരിയെ അഗ്നി എന്ത് ചെയ്തു തരും? ദീർഘവീക്ഷണത്തോടു കൂടി ഇതിനെ ഞാൻ ചോറാക്കി തരും. അതിന് കവിഞ്ഞു കാണാനുള്ള കഴിവ് അതിനുണ്ട്. അതുകൊണ്ടാണ് കവികൾ എന്താണ്? ഭാവനയിൽ പുതിയ പുതിയ ആശയങ്ങൾ വരും. അതുകൊണ്ട് അഗ്നിക്ക് എന്തുണ്ട്? പുതിയ പുതിയ ആശയങ്ങൾ അഗ്നിയിലൂടെയാണ് നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. മഹത്വമുള്ളവൻ, മനോഹരനുമാണ് അഗ്നി. ഹൃദയത്തിൻ്റെ അന്തരാളത്തിനുണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട്. ഹൃദയത്തിൻ്റെ അകത്തുള്ള സിഗ്നൽ സിസ്റ്റം, അതാണ് നമ്മുടെ നാഡികളെ മുഴുവൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഭൂഗർഭത്തിൽ, ഭൂമിയുടെ അടിയിലും മധ്യത്തിലും ഒന്നുണ്ട് അങ്ങ്. ഏത് രൂപത്തിൽ? മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മുൻ ഗവേഷകർ അറിയിച്ചിട്ടുണ്ട്. അപ്പം പണ്ടുള്ള ഗവേഷകർക്ക് മനസ്സിലായിട്ടുണ്ട് ഭൂമിയുടെ അടിയിൽ മധ്യത്തിൽ അഗ്നിയുണ്ട്, ഹൃദയത്തിൻ്റെ അകത്ത് അഗ്നിയുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അങ്ങയെ ആരാധിക്കുന്നു, ആദരിക്കുന്നു. മറ്റുള്ള പഴയ ഋഷികളെല്ലാം അഗ്നിയെ ആദരിക്കുന്നു. എന്തുകൊണ്ട്? അത് ഭൂമിയുടെ അടിയിലുമുണ്ട്, ഹൃദയത്തിലും എല്ലായിടത്തും അഗ്നിയുണ്ട്. ഇനി 37 രാജാവായ അഗ്നിയുടെ സ്രോതസ്സുകൾ ബലമുള്ളതാണ്. അങ്ങ് രാജാവിനാണ്. അപ്പം എല്ലാ ദേവതകളുടെയും ഏകദേശം രാജാവിന് സമാനമായി അഗ്നിയെ എടുക്കാം. അതിലുമുള്ളൊരു കക്ഷിയുണ്ട് ഇന്ദ്രൻ, തൊട്ട് രാജാവ് തന്നെ. അഗ്നിയുടെ സ്രോതസ്സുകൾ ബലമുള്ളതാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് അഗ്നി ലഭിക്കുന്നുണ്ട്. എവിടെ നിന്നല്ല അഗ്നി കിട്ടും? തടിയിൽ അഗ്നിയുണ്ട്, ഗ്യാസിൽ അഗ്നിയുണ്ട്, സൂര്യനിൽ അഗ്നിയുണ്ട്, എല്ലാത്തിലും അഗ്നിയുണ്ട്, വെള്ളത്തിലും അഗ്നിയുണ്ട്. അഗ്നിയിൽ നിന്ന് തന്നെയാണ് ഉഷസ്സുകളും ദിനരാത്രങ്ങളും ഉണ്ടാകുന്നത്. രാത്രിയും പകലും എല്ലാം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ളത് അഗ്നി തന്നെയാണ്. സൂര്യൻ ജ്വലിച്ചു വരുമ്പോഴാണ് പകലുണ്ടാകുന്നത്. അതങ്ങ് പിന്മാറുമ്പോൾ രാത്രിയായി മാറുന്നു. ആ അഗ്നിയിൽ എന്തുണ്ട്? തേജസ്സുണ്ട്, ചൈതന്യമുണ്ട്, എല്ലാ കഴിവുകളുമുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് പ്രഭാതവും സായാഹ്നവും ഉണ്ടാകുന്നത്. പ്രഭാതം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അഗ്നിയാണ്. അപ്പോഴാണ് ആൾക്കാർ വെയിൽ കളയാൻ കൊണ്ടിട്ട് രാവിലെ പോയി ഇരിക്കുക. കടപ്പുറത്തല്ല,
വേലിയായ അതൊരു പ്രത്യേക തരം അഗ്നിയാണ്. വൈകുന്നേരവും അതുണ്ട്, അഗ്നി തന്നെയാണ്. വൈകുന്നേരത്തെ അഗ്നി എന്ന് പറയുന്നത് വേറൊരു തരം സുഖമുള്ള അഗ്നിയാണ്. അങ്ങനെയുള്ള അഗ്നി നമ്മളെല്ലാം രക്ഷിക്കുക, നമ്മളെയെല്ലാം രക്ഷിക്കുക, അതിനു വേണ്ട ദയ നമ്മളോട് കാണിക്കുക, നമ്മളെ രക്ഷ നൽകിക്കൊണ്ട് രക്ഷ നൽകുവാൻ അങ്ങ് ദയവുള്ളവനായിട്ട് തീരുക. ഇനി 38, യോജിച്ചതും ഭദ്രതയുള്ളതുമായതിനെ അഗ്നിയാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് യോജിച്ച വസ്തു അഗ്നി ഉണ്ടാക്കിത്തരും. അരി നമുക്ക് യോജിച്ചതല്ല, തിന്നാൻ പറ്റുന്നതല്ല. പച്ച ഇറച്ചി തിന്നാൻ പറ്റുന്നതല്ല. അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ തീയിലിട്ട് ചുട്ടെടുക്കുമല്ലോ. ചുട്ട് തിന്നും. പണ്ട് കാലത്ത് ചുട്ടല്ലാണ് തിന്നി, ഇപ്പോൾ ചുട്ടലുണ്ട്. അതുകൊണ്ട് ഇന്ന് വേറെ തരത്തിൽ ചുടുന്നേ ഉള്ളൂ. അന്ന് കനലെല്ലാം ഇട്ടിട്ടാണെങ്കിൽ ഇന്ന് പിന്നെ ഗ്യാസിൻ്റെ ഇതെല്ലാം അടിച്ചുകൊണ്ടാണ്. വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് യോജിച്ചതാക്കിത്തരും, ഭദ്രതയുള്ളതുമായ അഗ്നി അങ്ങാണ് നൽകുന്നത്. നമുക്ക് വേണ്ട തരത്തിൽ അഗ്നി നമുക്ക് വേണ്ടത് ചെയ്തു തരും. അങ്ങനെ അങ്ങ് ഭദ്രമായതിനെ നൽകി അനുഗ്രഹിച്ചാൽ, നമുക്ക് ഭദ്രമായത് സുരക്ഷിതമായതെല്ലാം നൽകിയിട്ട് അങ്ങ് അനുഗ്രഹിക്കണം. ഭദ്രമായ വസ്തുക്കളെല്ലാം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചിലത് ചുട്ടെടുക്കും. ഇപ്പം മണ്ണ് കുഴച്ചിട്ട് പാത്രം മാരിയാക്കാം. അത് ഭദ്രമായതല്ല, പൊടിഞ്ഞു പോകും. പക്ഷെ അത് ഭദ്രമായി എന്നെന്നും നമുക്ക് നിലയിൽ കണ്ടിട്ടില്ല. ഒന്ന് അഗ്നിൻ്റെ ചൂളയിൽ വെച്ച് കൊടുത്താൽ മതി. അത് നല്ല കട്ടിയാക്കിയിട്ട് പിന്നെ അത് പൊട്ടൂല, ചട്ടിയെ. അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കുക. രാത്രിയും സ്ത്രീകളും എല്ലാം ഭദ്രമാകട്ടെ. എല്ലാവരും രാത്രിയും ഭദ്രമാകണം. അഗ്നിയല്ല നമ്മളെ ഭദ്രമാക്കുന്നത്. അഗ്നിയില്ലായിരുന്നെങ്കിൽ, ഭൂമിയിൽ ചൂടില്ലായിരുന്നെങ്കിൽ രാത്രി കാലത്ത് എന്തായിപ്പോ മരവിച്ചു. സൂര്യൻ പോകുമ്പോൾ തണുത്തു പോയിരുന്നെങ്കിൽ, അപ്പോൾ ഇവിടെ അഗ്നി നിൽക്കുന്നത് കൊണ്ടാണ് സ്ത്രീകളും ഭദ്രമാകട്ടെ. ഹിംസ ഒഴിഞ്ഞ് എല്ലായിടത്തും അഹിംസ വന്നെത്തട്ടെ. അഗ്നി ഉപയോഗിച്ചിട്ട് ഹിംസയും ചെയ്യാം. അതുകൊണ്ട് പറയുകയാണ്, ഹിംസ ഒഴിഞ്ഞിട്ട് അഹിംസ വന്നെത്തട്ടെ. തീ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടിക്കൽ പൊള്ളിക്കുകയും ചെയ്യാം, ബോംബുണ്ടാക്കിയിട്ട് കൊല്ലുകയും ചെയ്യാം, വലിയ വീട്ടിൽ തീ കൊടുക്കാം. മറ്റവൻ്റെ ശത്രുക്കളെല്ലാം ചെയ്യുന്നില്ല ഇതെല്ലാം. അപ്പം അങ്ങനത്തെ ഹിംസ രൂപത്തിൽ നീ വരണ്ട, നമുക്ക് അഹിംസ രൂപത്തിൽ വന്നാൽ മതി. അഗ്നിയുടെ കർമ്മം ഭദ്രമാണ്. അത് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വളരെ ഭദ്രമായിട്ടുള്ളതാണ്. ഇനി 39, അഗ്നിയുടെ ഭദ്രമായ കർമ്മങ്ങളെക്കുറിച്ച് എല്ലായിടവും സംസാരമുണ്ട്. ലോകത്തിലുള്ള എല്ലാവരും അഗ്നിയുടെ ഭദ്രമായ കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചിലവർ പറയും, നല്ല സുരക്ഷിതമായ വെള്ളം എന്ന് പറഞ്ഞാൽ ചൂടാക്കി കുടിക്കുന്നതാണ്. ചിലവർ പറയും വെള്ളം ചൂടാക്കി കുടിക്കണം, അപ്പോൾ രോഗാണുക്കളൊന്നും ഉണ്ടാകും. ഭദ്രമായ നമ്മളെ സുരക്ഷിതത്വം. ചിലയിടത്ത് പറയും നല്ല തണുപ്പാണ്, നീ ഈ ഇടയ്ക്ക് ചൂട് അവിടെ തീയെല്ലാം ഇട്ടിട്ടൊന്ന് ചൂട് കഴിഞ്ഞു. അപ്പം ഓരോ നാട്ടിലും ഓരോ ആൾക്കാർ ഓരോ തരത്തിൽ അഗ്നിയെ വർണ്ണിക്കും. ഇന്ന തരത്തിൽ നമ്മളെ രക്ഷിക്കുന്നു എന്ന്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ യജ്ഞങ്ങളിൽ വന്നെത്തിയാൽ, പലവരും പല യജ്ഞങ്ങൾ ചെയ്യുകയാണ്. ചിലവർക്ക് ഇരുമ്പ് അടിച്ച് പരത്തണം. അപ്പോൾ അവിടെ അഗ്നി പോയിട്ട് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് പരത്തിയെടുക്കും. ചിലവർക്ക് ചോറുണ്ടാക്കണം, ചിലവർക്ക് ചായ ഉണ്ടാക്കണം. അങ്ങനെ ഓരോ ആളും പല യജ്ഞങ്ങൾ ചെയ്യുകയാണ്. അവിടെ അഗ്നി വന്നെത്തട്ടെ. എന്താണ് ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്? അതിനെ ഒഴിവാക്കിയാൽ. യഥാർത്ഥ അഗ്നി ചെയ്യുന്ന എന്താണ്? നമുക്ക് തടസ്സമായി നിൽക്കുന്നതിനെ മാറ്റിയിട്ട് അത് സുഖകരമായി തീർക്കണം. അരി തടസ്സമാണ്, ചവക്കുന്നതിനെല്ലാം തടസ്സമാണ്. ചവച്ചാൽ തിന്നാൻ പറ്റില്ല. ഇപ്പം പച്ച മാംസം തിന്നു വെച്ചാൽ ചവച്ചാലും അത് പോവുകയില്ല. അപ്പം പിന്നെ തീയിലിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ കടിച്ചാൽ നല്ല മുറുക്ക് തിന്നുന്ന വരി
ചുട്ടെടുത്താൽ കടിച്ച് കടിച്ച് തിന്നാം. അപ്പം തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി തരും. ഉയർച്ച ഉണ്ടാക്കുന്നതിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക. ഉയർച്ച ഉണ്ടാകുന്നതാണ് മനുഷ്യൻ എന്തെല്ലാം ഉന്നതി ഉണ്ടാകുന്ന കർമ്മങ്ങളുണ്ടല്ലോ ഉണ്ടോ അഗ്നിയിലൂടെ, അതിനെയെല്ലാം നീ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ഉപയോഗിച്ചിട്ട് നമ്മൾ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് പുരോഗതിയിലേക്ക് നീങ്ങുക. 40 അങ്ങനെ നമ്മുടെ നാഥനായ അഗ്നിയിലൂടെ അതിൻ്റെ ശക്തിയാൽ നമ്മൾക്ക് പ്രാബല്യം, നമ്മൾ പ്രബലന്മാരാകട്ടെ ഈ അഗ്നിയുടെ ബലത്താൽ. അങ്ങയുടെ അനുഗ്രഹത്തിൽ നമ്മൾക്ക് വിജയം ഉണ്ടാകട്ടെ. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളെയും മാറ്റിയിട്ട് വിജയത്തിലേക്ക് നേടുവാൻ അങ്ങ് നമ്മളെ സഹായിക്കുക. അങ്ങയുടെ കാമനകളെ ഈ വിശ്വം ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങയുടെ ഗുണഗണങ്ങളെ, അങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു തരാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം അങ്ങേക്ക് അഗ്നിക്ക് ഇന്നീന്ന കർമ്മങ്ങളെല്ലാം ചെയ്ത് സാധിപ്പിച്ചു തരാനുള്ള കഴിവുണ്ട് എന്നീ കാര്യങ്ങളെല്ലാം എന്തുണ്ട് ഈ വിശ്വം ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അതായത് അഗ്നിയിലൂടെയാണ് നമ്മുടെ പല ആഗ്രഹങ്ങളും സാധിപ്പിച്ചെടുക്കാം എന്നുള്ള തത്വം ആര് മനസ്സിലാക്കുന്നുണ്ട്? എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് വരുന്നുണ്ട്.